ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് പഴമയുടെ രുചി ഉത്സവം സംഘടിപ്പിച്ചു. കായംകുളം കുറ്റിത്തെരുവ് HHYSM UP സ്കൂളിലാണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചത്. ഭക്ഷ്യസുരക്ഷാ ക്ലാസും ഇതോടനുബന്ധിച്ച് നടത്തി. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ചാണ് പഴമയുടെ രുചി ഉത്സവം സംഘടിപ്പിച്ചത്. കുറ്റിത്തെരുവ് HHYSM UP സ്കൂളിലാണ് ഭക്ഷ്യമേള നടത്തിയത്. ഇതോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ ക്ലാസും നടത്തി. എന്നെ ക്ഷണിക്കുമ്പോൾ നിങ്ങളോട് എവിടെ നിന്ന് പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്ക് യാതൊരു പിടിയുമില്ല. കാരണം നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി കുറേ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് മുമ്പിൽ നിൽക്കുകയാണ്. ഇവിടെ ഫുഡിനെ കുറിച്ച് എന്താണ് പറയുക? എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനായിട്ടുള്ളത്, നിങ്ങളുടെ ഭക്ഷണത്തിന്റെ മുൻപിലേക്ക് നിങ്ങൾ നോക്കണമെന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഫ്രണ്ടിലേക്ക് നോക്കിയിട്ട് തൊട്ടടുത്തിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിയുടെ കൂടെ പാത്രത്തിലേക്ക് നിങ്ങൾ നോക്കാനായിട്ട് ഞാൻ നിങ്ങളോട് വളരെ വിനയമായി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കിയേ. അവളുടെ ഭക്ഷണം തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരുടെ ഭക്ഷണത്തിലേക്കൂടെ നിങ്ങൾ കണ്ണൊന്നോടിക്കും. കണ്ണൊന്നോടിച്ചിട്ട് എന്തെല്ലാം വിഭവങ്ങളാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ A. ഇംതിയാസ് ക്ലാസ് നയിച്ചു. റാഗി ലഡു, അരിപ്പൊടി, മസാല ക്യാരറ്റ് പുട്ട്, ഏത്തക്ക ഇടിയപ്പം, സേമിയ ലഡു, വിവിധയിനം ഭക്ഷണ ഇനങ്ങൾ മേളയുടെ മാറ്റുകൂട്ടി. വിദ്യാർത്ഥിനി സാദിയ മറിയം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. PTA സെക്രട്ടറി NM അൻവർ അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക Y. നസീമ സ്വാഗതം പറഞ്ഞു. മദർ PTA പ്രസിഡന്റ് M. ഫെമിന, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ A. അജീബ, ഷാൻ, ആമിന തുടങ്ങിയവർ പങ്കെടുത്തു. നിങ്ങളുടെ മികച്ച ഭക്ഷണം ഏതാ? ചോറ് എല്ലാവർക്കും ബിരിയാണിയും പൊറോട്ടയും ഇറച്ചിയൊക്കെ ആണല്ലേ. എന്തായാലും മികച്ച ഭക്ഷണം എന്ന് പറയുമ്പോൾ പോഷക സമ്പുഷ്ടമായ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എനർജി പ്രദാനം ചെയ്യുന്ന പോഷകങ്ങളെല്ലാം അടങ്ങിയ ഭക്ഷണങ്ങളെയാണ് നമ്മൾ മികച്ച ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പം എന്തായാലും നമ്മുടെ ലോകത്ത് ഒരുപാട് ആളുകൾ ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും സുരക്ഷിതമായ ഭക്ഷണം നൽകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ ദിനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ദിനാചരണം നടത്തുന്നത്. ഇപ്പം സുരക്ഷിതമായ ഭക്ഷണം കിട്ടാൻ ഭക്ഷ്യ സംവിധാനങ്ങൾ വരെ വിലപ്പെടുത്തേണ്ടതുണ്ട്. അപ്പം എന്തായാലും നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ച് ഭാവിയിലെങ്കിലും ലോകത്തെ പട്ടിണി നിർമ്മാർജ്ജനമാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, കായംകുളം.